ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയത്താണ് കറക്റ്റായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തേണ്ടതെന്നാണ്. അപ്പോൾ കുറേ പേർക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും, എപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സിന് മുന്നേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ, അങ്ങനെ പല പല ഡൗട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് everteenന്റെ 1 സ്റ്റെപ്പ് റാപ്പിഡ് പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് കുറേ പേഴ്സണലി വരാറുള്ളൊരു മെസ്സേജാണ്, നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് അധികം ഒരു ലൈനാണ് വന്നുള്ളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു ലൈനിങ് കൂടി കണ്ടു, അത് എന്തുകൊണ്ടാണെന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സുകളും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓൾറെഡി ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈവായിട്ട് പ്രഗ്നൻറ്റ് ലേഡിയുടെ ഒരു യൂറിൻ എടുത്തിട്ടുള്ള സാമ്പിൾ എടുത്തിട്ട് എങ്ങനെയാണ് ലൈവായിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് നടത്തേണ്ടത് അങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പ്രഗ്നൻറ്റ് ലേഡിയുടെ യൂറിൻ അല്ല എടുക്കുന്നത്, ഇന്ന് ഞാൻ എൻ്റെ യൂറിൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സാമ്പിൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു 100% റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ മിസ്ഡ് പീരീഡ്സ് ആയിട്ട് നമുക്കൊരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴാണ് റിസൾട്ട് കിട്ടുക, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇപ്പോൾ പീരീഡ്സ് മിസ്സായാൽ തന്നെ അപ്പം തന്നെ നോക്കിയാൽ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ അത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഇൻ്റർകോഴ്സ് ചെയ്യണതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു 2 വീക്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താ പറയുക റിസൾട്ട് കിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു നമ്മുടെ യൂറിനിൽ ഈ HCGയുടെ കൗണ്ട് അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യൂറിൻ ടെസ്റ്റ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് മെയിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലാബിൽ പോയിട്ട് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലാബിൽ പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് HCGയുടെ എമൗണ്ട് വരെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും. പക്ഷേ നമുക്ക് എപ്പോഴും വീട്ടിൽ പോയിട്ട് ലാബിൽ പോയിട്ടൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ഒരു ടൈമിലും സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് മന്ത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നത്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഒരു 2 or 3 ആദ്യത്തെ ടൈം നമുക്ക് ആയിന്ന് വരില്ല. അപ്പോൾ 2 or 3 ടൈം ആകുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് തന്നെ പറയാം, നമുക്ക് ഈ ഒരു ഹോം പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് നമുക്ക് ഒരു 50 to 70 rupees, ഇതിന് വരുന്നത് 70 rupees ആണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഏത് ടൈമിലാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണും. അതുപോലെ തന്നെ പീരീഡ്സ് നിങ്ങൾ മിസ്സായ ഉടനെ തന്നെ ചിലപ്പോൾ നോക്കിയാൽ നമുക്ക് അറിയണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പല ഇതിലും നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവാം, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മിസ്സാവാം. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് വേരിയേഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു സ്ട്രെസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ തീരെ ഒരു എക്സസൈസ് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തില്ല, അങ്ങനെ പല ടൈപ്പിലും നമുക്ക് പീരീഡ്സ് ചിലപ്പോൾ ലേറ്റ് ആയേക്കാം. അപ്പോൾ പീരീഡ്സ് മിസ്സായ കാരണം കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ കിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന കുറച്ച് ചേഞ്ചസ് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ഒരു മിസ്ഡ് പീരീഡ്സ് മെയിനായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്, അതിൻ്റെ കൂടെ നമുക്ക് ബോഡിയിലുണ്ടാകുന്ന കുറച്ച് ചേഞ്ചസുകൾ. അപ്പം മെയിനായിട്ടും നമുക്ക് എന്താ പറയുക ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകും, കൂടുതൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരിക, ആങ്സൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ടാവും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു രീതിയിലൊരു വോമിറ്റിംഗ് സെൻസേഷൻ, അതുപോലെ തന്നെ മണങ്ങളോടുള്ള ഒരു എന്താ പറയുക, ചില മണങ്ങളോട് നമുക്ക് ദേഷ്യം ഉണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ മെയിനായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക കേട്ടോ. ഇവിടെ വെയിലടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനൊന്ന് സ്ഥലം മാറട്ടെ.
പിന്നെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രസ്റ്റ് ടെൻഡർനെസ് ആണ്. അപ്പോൾ ബ്രസ്റ്റിലുണ്ടാകുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള ചേഞ്ചസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് വീർത്ത് കെട്ടി നിൽക്കുന്ന, അതുപോലെ തന്നെ ഭയങ്കര ഒരു പെയിൻ, പിന്നെ ഒരു എന്താ പറയുക കുത്തുന്ന തരത്തിലുള്ളൊരു വേദന. അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രസ്റ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏരിയോള ഭാഗത്ത് ഒരു ചെറിയ കുറച്ച് നല്ല രീതിയിലുള്ള ബ്ലാക്ക് കളർ കാണാം. നമുക്ക് ഓൾറെഡി നമുക്ക് അവിടെ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളറായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു ടൈമിൽ നമ്മൾ സിംറ്റംസ് ആയിട്ട് കണക്കൂട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സിംറ്റംസ് ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ചിലർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള കുറേ സിംറ്റംസ് ഉണ്ട്. അതും ഓരോ എന്താ പറയുക ഓരോ ലേഡീസിനും വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ മെയിനായിട്ടും കാണുന്ന ചില സിംറ്റംസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസും ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പീരീഡ്സും നിങ്ങൾക്ക് മിസ്സായി, അതുപോലെ തന്നെ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഏകദേശം നമുക്ക് ഓക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എന്തായാലും ഒരു കൺഫേം ചെയ്യണം. നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യണം. അപ്പോൾ ഇനി പ്രഗ്നൻസി കിറ്റിലേക്ക് കിടക്കുമ്പോൾ, അപ്പോൾ കിറ്റ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിറ്റ് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ ഒരു റേറ്റ് വൈസ് നോക്കുമ്പോഴായാലും നമ്മുടെ സൗകര്യം അനുസരിച്ച് നോക്കുമ്പോഴായാലും നമുക്ക് ഈ ഒരു കിറ്റാണ് ഏറ്റവും സൗകര്യം. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ പീരീഡ്സ് മിസ്സായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു കിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഏർലി മോർണിംഗ് യൂറിൻ തന്നെ നമ്മൾ വെള്ളം കൂടെ കുടിക്കാതെ വെള്ളം കുടിച്ചാൽ നമ്മൾ ഡയലൂട്ട് ആവുമെന്നാണ് പറയുക യൂറിൻ. അപ്പോൾ അത് അല്ലാതെ മോർണിംഗ് യൂറിൻ നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ ഉള്ള യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കിറ്റാകുമ്പോൾ നമ്മൾ ഇപ്പോൾ തലേദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചു നോക്കി. അപ്പോൾ നമ്മൾ ഇത് ഒരു ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഒരു എന്താ പറയുക 30 ഡിഗ്രിയുടെ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഇപ്പം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അന്ന് നിങ്ങൾ തലേദിവസമാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ചാൽ നോ പ്രോബ്ലം, നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളൊരു ആഴ്ച മുന്നൊക്കെയാണ് വാങ്ങിച്ച് വെക്കുന്നതെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ദിവസമാണോ നിങ്ങൾ മോർണിംഗിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേദിവസം രാത്രിയിൽ നിങ്ങളിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നോർമലായിട്ടുള്ള ഒരു റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ 2 ലൈൻ വരും. 2 ലൈൻ വരുമ്പോഴാണ് ഇത് പോസിറ്റീവ് ആവുക, ഒരു ലൈൻ വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് ഇൻവാലിഡ് ആവും. ചിലപ്പോൾ ലൈൻ നമുക്ക് ഇതിൽ സി എന്ന് പറഞ്ഞിട്ടും ടി എന്ന് പറഞ്ഞിട്ടും കാണിക്കും. അപ്പോൾ നമുക്ക് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈനിലാണെന്നെങ്കിൽ നമ്മുടെ ഇത് ഇൻവാലിഡ് ആണ്, നമ്മൾ വീണ്ടും എന്തോ ഇറർ സംഭവിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഇനി വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു മോർണിംഗ് യൂറിൻ എടുക്കുക, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. മോർണിംഗ് യൂറിൻ എടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായി വാഷ് ചെയ്ത് അതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു ഇങ്ങനത്തെ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ എവർട്ടീൻ്റെ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാമ്പിൾ എടുത്തിട്ട് എന്താണ് റിസൾട്ട് നോക്കാം. റിസൾട്ട് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കില്ല എന്ന് വെച്ചാൽ എൻ്റെ യൂറിനാണല്ലോ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഓവുലേഷൻ നമുക്ക് എങ്ങനെയാണ് നോക്കാൻ പറ്റുകയെന്ന് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഓവുലേഷൻ ടൈമിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഓവുലേഷൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഓവുലേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കിറ്റ് ഓവുലേഷൻ ഫെർട്ടിലിറ്റി കിറ്റ് വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തേണ്ടത്. ഇങ്ങനെ ഒരു പാക്കറ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഇതിന് 70 റുപ്പീസാണ്, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കിറ്റും നമുക്ക് യൂറിൻ ഒരു ഡ്രോപ്പറും ആണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. 2 സാധനങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് നമ്മുടെ മോർണിംഗ് യൂറിൻ തന്നെയാണ് കളക്ട് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇതിൽ സി അതുപോലെ തന്നെ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കാണുന്നുണ്ടാവും സി ടി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൽ 2 ലൈൻ വന്നാലാണ് നമുക്ക് പോസിറ്റീവ് ഉണ്ടാവുക. നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ യൂറിൻ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുറേ പേര് ഡൗട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ലൈൻ മാത്രം വന്നു, അതിനുശേഷം വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കളയാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ പിന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വന്നു എന്ന്
പറഞ്ഞ് കുറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ, പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു 2 വീക്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 5 to 6 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ സീല് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നെഗറ്റീവാണ് റിസൾട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു. ബൈ.